ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ എങ്ങനെയുണ്ട് നിങ്ങളൊക്കെ, എന്തൊക്കെയാ വിശേഷം? ഹൗ ഐ സ്റ്റോപ്ഡ് ഹേറ്റിംഗ് മൈസെൽഫ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഒരു സ്റ്റോറി പറഞ്ഞുതരാം. സ്റ്റോറിയൊന്നും ആയിട്ട് ഞാൻ പറയുന്നില്ല, ബട്ട് ചെറുതായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഐ യൂസ് ടു ഹേറ്റ് മൈസെൽഫ്. സീരിയസ്ലി ഞാൻ അത്രയും എന്നെ ഹേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ അന്നയിലൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഫാസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ സെൽഫ് ലവ് പഠിപ്പിക്കാൻ നോക്കുന്നുള്ളത്. അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നതെന്നാണെന്ന് ചോദിച്ചാൽ അല്ല, നിങ്ങളായിട്ട് പഠിച്ചെടുക്കേണ്ട സാധനമാണ്. ബട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന നോക്കുന്നുള്ളത് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്റ്റാർട്ട്. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം. എനിക്ക് ആക്ച്വലി എൻ്റെ പാസ്റ്റിനെ കുറിച്ച് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള മെമ്മറീസ് ഒന്നുമില്ല. ഒരു എസ്പെഷ്യലി ആ ടൈമിൽ, എസ്പെഷ്യലി ഞാൻ അങ്ങനെ ഹേറ്റ് ചെയ്യുന്ന ആ ഒരു പീരീഡിൽ എനിക്ക് വലിയ മെമ്മറി ഒന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് എ ബ്ലർ വിഷൻ. ഓക്കെ, ഭയങ്കര ബ്ലറായിട്ടുള്ള മെമ്മറി മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് പറഞ്ഞു തരുന്നുള്ളത്. ഓക്കെ, ഇതത്ര പെർഫെക്റ്റ് ആണോ ചോദിച്ചാൽ ഐ ഡോണ്ട് നോ, ബട്ട് ഐ നോ ദാറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഫസ്റ്റ് വൺ, പോസിറ്റീവ് സെൽഫ് ടോക്ക്. നിങ്ങളോട് ശരിക്കും നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ എന്ത് പറയുന്നു, നിങ്ങൾ എന്ത് കൺസ്യൂം ചെയ്യുന്നു, ലൈക്ക് നിങ്ങളോട് കോൺസ്റ്റൻ്റ് ആയിട്ട് ഭയങ്കര നെഗറ്റീവ് ഇംപ്രഷനാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, നെഗറ്റീവ് മെസ്സേജാണ് നിങ്ങളെ ബ്രെയിനിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുള്ളത്. അതാണ് നിങ്ങളെ റിയാലിറ്റി ആയിട്ട് മാറുക. ബിക്കോസ് അതാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് ബ്രെയിൻ. ശരിക്കുണ്ടല്ലോ, നിങ്ങളെ ബ്രെയിൻ അറിയില്ല എന്താ റിയാലിറ്റി എന്നുള്ളതും. നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളെ റിയാലിറ്റി എന്താണെന്നുള്ളത് ബ്രെയിനിന് അറിയത്തില്ല. സോ പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ബ്രെയിൻ വിചാരിക്കും യു ആർ പോസിറ്റീവ്. ലൈക്ക് നിങ്ങൾ ഇഷ്ടമില്ല എന്ന് വിചാരിച്ചോ, ബട്ട് നിങ്ങളോട് ഭയങ്കര കൈൻഡായിട്ട് സംസാരിക്കുകയാണ്, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പോലെ ആക്ട് ചെയ്യുകയാണെങ്കിൽ പോലും ബ്രെയിൻ അറിയത്തില്ലല്ലോ ഈ ഡിഫറൻസ്. സോ ബ്രെയിൻ വിചാരിക്കും യാ ഷീ ലവ്സ് ഹെർസെൽഫ്. സോ അതാണ് ആക്ച്വലി പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊണ്ട് ഞാൻ സിമ്പിളാക്കി പറഞ്ഞുതരാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഐ എം റെഡി ടു എക്സ്പ്ലെയിൻ അഗെയിൻ. നിങ്ങളുണ്ടല്ലോ, നിങ്ങളെക്കുറിച്ച് ഒരിക്കലും ഇപ്പോൾ ജസ്റ്റ് ജോക്കിനാണെങ്കിൽ പോലും, ജസ്റ്റ് ഫണ്ണായിട്ടാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കാൻ പാടില്ല. നെക്സ്റ്റ് വൺ, മെഡിറ്റേഷൻ ആൻഡ് അഫർമേഷൻസ്. അഫർമേഷൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതാണ് നോർമലൈസ് ചെയ്യുക. നിങ്ങൾ എന്താണോ നോർമലായിട്ടുള്ളത് അത് തന്നെയായിരിക്കും നിങ്ങളെ റിയാലിറ്റി ആയിട്ട് മാറുക. നിങ്ങൾ എന്ത് കൺസ്യൂം ചെയ്യുന്നു അത് നിങ്ങളെ റിയാലിറ്റി ആയിട്ട് മാറും. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ കോൺസ്റ്റൻ്റ് ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് അതായിരിക്കും നിങ്ങളെ റിയാലിറ്റി. പിന്നെ മെഡിറ്റേഷൻ്റെ കാര്യം വരുവാണെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ കാം ആവും, റിലാക്സ്ഡ് ആവും. ഈ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡിൽ ഇരിക്കുന്നവരുണ്ടായിരിക്കും, അതുപോലത്തെ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ. അവർക്ക് ഇത് മെഡിറ്റേഷൻ എന്നുള്ളത്, അവർക്ക് മാത്രമല്ല എല്ലാവർക്കും മെഡിറ്റേഷൻ എന്നുള്ളത് ഒരു അമേസിങ് ടൂളാണ്. നിങ്ങളെ ഇമോഷൻസിനെ പ്രോസസ്സ് ചെയ്യാനായാലും, നിങ്ങളെ ഹയർ സെൽഫായിട്ട് കണക്ട് ചെയ്യാനായാലും, അതുപോലെ തന്നെ സെൽഫ് അവയർനെസ്സിനും കാമ റിലാക്സ്ഡ് ആവാനും കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവാനും ഒക്കെ മെഡിറ്റേഷൻ ഉള്ളത് ഭയങ്കര പവർഫുൾ ടൂളാണ്. ഈ മെഡിറ്റേഷനെ നിങ്ങൾക്ക് സെൽഫ് ലവ് ടൂളായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. സെൽഫ് ലവ് മെഡിറ്റേഷൻ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ഒരുപാട് കിട്ടും. സെൽഫ് ലവ് അഫർമേഷൻസ് ഉണ്ട്, മെഡിറ്റേഷൻസ് ഉണ്ട്. സെൽഫ് ലവിന് വേണ്ടിയിട്ട് ഒരുപാട് ടൂൾസ് ഉണ്ട്. ആക്ച്വലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ആണ് ഞാൻ പറഞ്ഞു തരുന്നുള്ളത്. അതല്ലാതെയും ഉണ്ടായിരിക്കുന്നല്ല ഉണ്ട്. യു ക്യാൻ ട്രൈ ദാറ്റ് ടു. സെൽഫ് ലവ്, സെൽഫ് കെയർ, സെൽഫ് ഡെവലപ്മെൻറ്റ്. ആദ്യം നിങ്ങൾ സെൽഫ് ലവും സെൽഫ് കെയറും ചെയ്യുക. അത് കഴിഞ്ഞിട്ടേ ബാക്കി സെൽഫ് അവയർനെസ്, സെൽഫ് അക്സെപ്റ്റൻസ്, ഇതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ സെൽഫ് അവയർനെസ്സും സെൽഫ് അക്സെപ്റ്റൻസും ഇല്ലാതെ സെൽഫ് കെയറും സെൽഫ് ലവും ഒന്നും വരത്തില്ല. ഓക്കെ, സെൽഫ് അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജേർണലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ മെഡിറ്റേഷൻസും അതിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സെൽഫ് അക്സെപ്റ്റൻസിന് അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഡെയിലി നിങ്ങളെ മിററിൽ കാണണം കേട്ടോ.
നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ പോലും ഞാൻ പറയില്ലേ പോസിറ്റീവ് സെൽഫ് ടോക്ക് അത് മിററിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇവൻ മോർ പവർഫുൾ. ഞാൻ സ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അത്. ഈ സെൽഫ് അവയർനെസ്സും സെൽഫ് അക്സെപ്റ്റൻസും ഉണ്ടാകുമ്പോൾ അവിടെ സെൽഫ് കെയറും സെൽഫ് ലവും ഉണ്ടായിരിക്കും. ഈ സെൽഫ് ലവും സെൽഫ് കെയർ ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഓഫ്കോഴ്സ് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ഒരു ചെയിനാണ്, കണക്ട് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഒന്നിനു വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ബാക്കിയും നിങ്ങൾക്ക് കിട്ടും. സെൽഫ് അക്സെപ്റ്റൻസിന് മുന്നേ നിങ്ങൾ ഫോർഗീവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളോട് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ഫോർഗീവ് ചെയ്യുന്ന പോലെ വേറെ ആരും നിങ്ങളോട് ഫോർഗീവ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്ന പോലെ വേറെ ആർക്കും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഫോർഗീവ് യുവർസെൽഫ്. അത് നിങ്ങളെ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, മിസ്റ്റേക്സ് ആണ്, മനുഷ്യന്മാർക്ക് മിസ്റ്റേക്സ് പറ്റാം, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ചിലപ്പോൾ നിങ്ങൾ ചെയ്ത് തെറ്റായിരിക്കാം, അതിനെ ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്നു, അങ്ങനെയൊന്നല്ല. ബട്ട് നിങ്ങൾക്ക് നിങ്ങളോടൊരു സ്നേഹമൊക്കെ തോന്നണമെങ്കിൽ നിങ്ങൾ ഫോർഗീവ് ചെയ്യുന്ന വേണം, അല്ലാതെ നിങ്ങൾക്ക് തോന്നത്തില്ല. ലിവിങ് ഫോർ യുവർ സെൽഫ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട്, ഞാൻ ചോദിക്കും, ഒറ്റ ലൈഫേ നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ളൂ. അപ്പം നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടി ആ ലൈഫ് ജീവിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനാ? നിങ്ങൾ ആദ്യം നിങ്ങളെ പാരൻസിന് വേണ്ടിയിട്ട് ജീവിക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ജീവിക്കുമായിരിക്കും. പിന്നെ നിങ്ങളെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, സോ യാ ഓഫ് കോഴ്സ് നിങ്ങളെ പാർട്ട്ണറിന് വേണ്ടിയിട്ട്. പിന്നെ ആയിരിക്കും വേണ്ടി ജീവിക്കും. പിന്നെ നിങ്ങളെ ചൈൽഡിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഗ്രാൻഡ് ചിൽഡ്രന് വേണ്ടിയിട്ട്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഇതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ജീവിക്കാനാണ് എവിടെയാ സമയം? സീരിയസ്ലി നിങ്ങൾ ഈ ഫുൾ ടൈം ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുമല്ലേ? എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച് നോക്കണം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. നമ്മൾ വേറൊരാളുടെ വാലിഡേഷനൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. നമുക്ക് കറക്റ്റ് ബൗണ്ടറീസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യാൻ ആരും സമ്മതിക്കില്ല. ബ്രേക്ക് ചെയ്ത് അപ്പം തന്നെ നമ്മൾ അവരെ കട്ട് ഓഫ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ഫേക്ക് പീപ്പിൾ അക്സെപ്റ്റ് ചെയ്തില്ല, നമ്മളപ്പോൾ ബ്ലോക്ക് ചെയ്ത് വിടും. ലൈഫിൽ തന്നെ ബ്ലോക്ക് ചെയ്യും, ഫോൺ മാത്രമല്ല ലൈഫിൽ തന്നെ ബ്ലോക്കാണ്. ഒരു ബൈ പറഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് ചാൻസ് ഒന്നുമില്ല. ലൈക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്ത് നമ്മളിൽ തന്നെ ഹാപ്പിനെസ് കണ്ടെത്തുന്നു. നമ്മൾ ഒറ്റയ്ക്ക് നമ്മളായിട്ട് സോളോ ഡേറ്റിന് പോകണു, സോളോ ട്രിപ്പിന് പോകണു. നമ്മൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണു. നമ്മൾ നമുക്ക് തന്നെ റിവാർഡ് ചെയ്യുന്നു, പാമ്പർ ചെയ്യുന്നു, നമ്മൾ ചെറിഷ് ചെയ്യുന്നു. തിങ്ക് അബൌട്ട് ദാറ്റ്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവർ സാറ്റിസ്ഫൈ ആവും, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവർ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും? ഇല്ല, നമ്മളൊക്കെ ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുമ്പോൾ വരെ നമ്മൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമായിരിക്കും. നമ്മളെ ഫാമിലി പോലും ഉണ്ടാവില്ല. സീരിയസ്ലി, നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ വേറെ ആരില്ലെങ്കിലും നിങ്ങളുണ്ട്. വേറെ ആരും ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ അവിടെ ഉണ്ടോ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമല്ലോ. സോ ലിവ് ഫോർ യുവർ സെൽഫ്. ഓരോരുത്തർക്കും ഓരോ ലൈഫ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ പോകണ്ട, അവർ തന്നെ ജീവിച്ചോട്ടെ. അവർ വേറെ ആയിരിക്കും ജീവിക്കുന്ന, നിങ്ങൾ മൈൻഡ് ആക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാവരും നന്നാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, അതിനെല്ലാം നിങ്ങൾ ജീവിക്കുന്നത്. ഓക്കെ, നിങ്ങളെ ആരും നോക്കി പോയാൽ മതി. എന്ന് വെച്ചാൽ ഒട്ടും കെയർ ചെയ്യേണ്ട, സെൽഫിഷാണ് അങ്ങനെയൊന്നല്ല ഞാൻ പറഞ്ഞത്. ബട്ട് കുറച്ചെങ്കിലും സെൽഫിഷ് ആവണം, അല്ലാതെ നടക്കൂല ഗൈസ്. നിങ്ങൾക്ക് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഇവരൊക്കെ നിങ്ങൾ ഡിസപ്പോയിൻറ്റ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കുക, ഇവർക്കൊക്കെ ഞാൻ ജീവിച്ച് നിങ്ങളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു മൊമെൻറ്റ് വരും. അതിനൊക്കെ ഇടവരുത്തണം. അതിനു മുന്നേ ചിലപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇടവന്നിട്ടുണ്ടായിരിക്കും. സോ റിയലൈസ് ദാറ്റ് യു ലിവ് ഫോർ യുവർ സെൽഫ്. വേറെ ആളുടെ വാലിഡേഷൻസ് ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വാലിഡേഷൻ, നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ ഡിസിഷൻ, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി. വേറെ ആരും നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ ആരുടെ എക്സ്റ്റേണൽ വാലിഡേഷൻ നിങ്ങളിങ്ങനെ ചേസ് ചെയ്യല്ല പ്ലീസ്. അത് ആക്ച്വലി നിങ്ങളെ ഹാപ്പിനെസ്സിനെ തന്നെയാണ് കില്ല് ചെയ്യുന്നുള്ളത്, നിങ്ങളെ തന്നെയാണ് ഇല്ലാതാക്കുന്നുള്ളത്. മനസ്സിലാക്കടാ. അതുപോലെ തന്നെ പെർഫെക്ഷനെയും ചേസ് ചെയ്യരുത്. പെർഫെക്ഷൻ ഈസ് എ മിത്ത്. പെർഫെക്റ്റ് ആയിട്ട് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് നിങ്ങൾ വെറുതെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, ഒന്നും നിങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല. ജസ്റ്റ്
ഡു ഇറ്റ്. അവർക്കറിയാം ഇതൊന്നും ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല, ഇതൊന്നും ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ സക്സസ് ആവാനോ ഒന്നും ഈസി അല്ല എന്നൊക്കെ അറിയാം. ബിക്കോസ് ഇതിലെ കൂടെ എല്ലാം കടന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതൊക്കെ എനിക്ക് വർഷങ്ങൾ എടുത്തിട്ട് ഞാൻ ചെയ്ത് കാര്യങ്ങളാണ്. നിങ്ങളോട് ഞാൻ ഇത്ര ടൈം പീരീഡിൽ ചെയ്ത് തീർക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നോ ഇപ്പോഴത്തേക്ക് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ചെയ്യണം, ട്രൈ ചെയ്യണം. അതിപ്പോ നിങ്ങൾ എത്ര ഫെയിൽ ആയാലും ട്രൈ അഗെയിൻ. അവിടെ നിങ്ങളിപ്പോൾ നടക്കാൻ പഠിക്കുന്നത്, നിങ്ങൾ ഒരിക്കൽ നടന്ന് അവിടെ വീണാൽ പിന്നെ നിങ്ങൾ എണീക്കാണ്ടിരിക്കും ഇല്ലല്ലോ, നിങ്ങൾ വീണ്ടും എണീറ്റ് നടക്കുന്നില്ലേ? അതുപോലെ തന്നെ ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ചിലപ്പോൾ തോന്നും ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്, എല്ലാം ഒന്ന് മതിയാക്കിയാൽ മതി, എല്ലാം ഒന്ന് ഇട്ടേച്ചെടിക്ക് പോയാൽ മതി, ജീവൻ തന്നെ വേണ്ടാന്നൊക്കെ തോന്നും. ബട്ട് അങ്ങനത്തെ മണ്ടത്തരമൊന്നും കാണിക്കരുത്. ബിക്കോസ് ആ ഒരു ഫേസ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതായിരിക്കും. പ്രൊട്ടക്റ്റ് യുവർ എനർജി. നിങ്ങൾ എല്ലാവരുടെ പോയിട്ട് നിങ്ങളെ എനർജി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നിങ്ങൾ ആക്സസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നിങ്ങളെ എനർജി ഷെയർ ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിലുള്ള ആളെടുത്ത് കുറച്ച് പിക്കി ആവുന്നത് കൊണ്ട് യാതൊരു വിധ തെറ്റുമില്ല. ഈ കുറേ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ട് യാതൊരു വിധ കാര്യമില്ല. ഇവർക്കൊക്കെ ക്വാളിറ്റി ഉണ്ടോ, ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. ഒരു പ്രശ്നം വന്നാൽ ഇവരെ കിട്ടേച്ച് പോകുന്നെങ്കിൽ പിന്നെ ഇവരെ കൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ പ്രശ്നം വന്നാൽ ഒരാളാണെങ്കിൽ ഒരാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അപ്ലിഫ്റ്റ് ചെയ്യാൻ അവിടെ ഉണ്ടെങ്കിൽ ദാറ്റ്സ് എനഫ്. ആൻഡ് എല്ലാത്തിലും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാത്തിലും നിങ്ങൾ ഒപ്പീനിയൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവരുടെ അടുത്തും നിങ്ങൾ പോയിട്ട് നിങ്ങളെ എനർജി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെ എനർജിയിൽ നിങ്ങൾ കുറച്ച് പ്രൊട്ടക്റ്റീവ് ആവണം. റൊമാൻറ്റിസൈസിങ് സ്മോൾ തിങ്സ്, അതായത് നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര സ്മോൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പം ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നത് അത് ഞാൻ ഭയങ്കര റൊമാൻറ്റിസൈസ് ആയിട്ടാണ് ചെയ്യുന്നത്, സീരിയസ്ലി. അതുപോലെ എന്താണെങ്കിലും അതിനെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക, നിങ്ങൾ ചെറിയ വിൻസ് പോലെ സെലിബ്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് റൊമാൻറ്റിസൈസ് ചെയ്യാൻ തുടങ്ങുക. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര വലിയ ഡിഫറൻസ് കാണാൻ പറ്റും. ആക്ച്വലി നിങ്ങളെ തന്നെ ഹേറ്റ് ചെയ്യുന്നത് ഇല്ലാണ്ടാവും. ഇല്ലാണ്ടാവും. ഇത് നിങ്ങളെ മിററിൽ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം ഇഷ്ടമുണ്ടാവില്ല. ബട്ട് സ്പെൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം. ഇത് പറയാൻ മറന്നുപോയി, എഴുതട്ടെ. അല്ലെങ്കിൽ ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇതുകൂടി ഞാൻ എഴുതട്ടെ അതിൽ. ഇൻ കേസ് ഞാൻ ഈ വീഡിയോ ഇനിയും ഫ്യൂച്ചറിൽ എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഇതും കൂടി ഞാൻ യൂസ് ചെയ്യുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ പവർഫുൾ ടൂൾ. അതിപ്പോൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായാലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം. സെൽഫ് ലവ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. സീരിയസ്ലി നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര പേർക്ക് വിഷൻ ബോർഡ് ഉണ്ട് ഇവിടെ? ഈ വിഷൻ ബോർഡിൽ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. യു ഹാവ് ടു ടേക്ക് ആക്ഷൻ. ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നിങ്ങൾ കിടക്കാൻ പോകുന്ന മുന്നോ അല്ലെങ്കിൽ രാവിലെയോ എപ്പോഴായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കൽ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾ പലതവണ ചെയ്യാം. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം. നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സിന് ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കിയൊന്നും കാണുന്നുണ്ടെങ്കിൽ ബട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചോ, അത് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അത് ചിലപ്പോൾ നിങ്ങൾ ഗോഡിനോടായിരിക്കും, ചിലപ്പോൾ യൂണിവേഴ്സിനോടായിരിക്കും, ചിലപ്പം ഹയർ പവറിനോടായിരിക്കും. നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുന്നത് അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇത് ചെയ്താൽ തന്നെ നിങ്ങൾ നല്ല വ്യത്യാസം വെച്ചാൽ ഉണ്ടായിരിക്കും. പക്ഷെ ഇത് കുറച്ച് ടൈം കൊണ്ട് നടക്കുന്ന കാര്യമാണോ ചോദിച്ചാൽ ഓഫ് കോഴ്സ് നോട്ട്. എനിക്ക് ഒരുപാട് വർഷം എടുത്തിട്ടാണ് നടക്കാൻ പറ്റുള്ളത്. സോ ഇറ്റ് ടേക്സ് ടൈം. ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിരിക്കും ലിറ്ററലി. ഇപ്പോഴും ഞാൻ പല കാര്യങ്ങളും ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതും ഫെയിലാവും, അതിനേക്കാൾ ഹാർഡറായിട്ടാണ് അടുത്ത തവണ ഫെയിലാവാൻ. ആ കാര്യം കഴിഞ്ഞു. എടുത്തൊരാൾ തിരക്കാക്കുന്നുണ്ട്. സോ ഞാൻ പോവാണ്. എന്നിട്ട് ഞാൻ ഗിവ് അപ്പ് ചെയ്യുന്നില്ല. ഐ എം സ്റ്റിൽ ഷോയിങ് അപ്പ് ഫോർ മൈസെൽഫ്. സോ എത്ര ഫെയിലിയർ ഉണ്ടായാലും എത്ര ടൈം എടുത്താലും യു ഹാവ് ടു ഡു ഇറ്റ്. താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഒപ്പീനിയൻ യൂസ്ഫുൾ ആയെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളെ ഒപ്പീനിയൻ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കമൻറ്റൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ആരായാലും ഷെയർ ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു.